ഇറാന്റെ തലസ്ഥാനമായിട്ടുള്ള ടെഹ്റാനിൽ നിന്ന് ആൾക്കാരോട് എത്രയും വേഗം ഒഴിഞ്ഞു പോകാനാണ് അമേരിക്ക അടക്കമുള്ളവർ ഉത്തരവിട്ടിരിക്കുന്നത്. അവിടെ ഒരു ചാരക്കൂമ്പാരമായി മാറാൻ പോവുകയാണ് എന്നാണ് ട്രംപ് അടക്കമുള്ളവർ പറയുന്നത്. ഡീഗോ ഗാർഷ്യയിൽ സ്റ്റെൽത്ത് ബോംബറുകളും മിഡിൽ ഈസ്റ്റിൽ 30 ഫൈറ്റർ ജെറ്റുകളും അടക്കം അമേരിക്ക വിന്യസിച്ചിട്ടുണ്ട്. പോരാത്തതിന് നിമിറ്റ്സ് എന്ന് പറയുന്ന ഏറ്റവും വലിയ കാരിയർ അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ ടെഹ്റാൻ ഒരു വലിയ ഒരു ചാരക്കൂമ്പാരമായി മാറാൻ പോകുന്നു എന്ന് തന്നെ നമ്മൾ വിചാരിക്കേണ്ടതുണ്ട്. ഇനി മറ്റൊരു സുപ്രധാനമായിട്ടുള്ള കാര്യം, ടെഹ്റാനിൽ നിന്ന് ഇപ്പോൾ ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്ത വന്നിരിക്കുകയാണ്. ടെഹ്റാനിൽ അണുവികിരണം നടക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് അങ്ങനെയുള്ള ഒരു ആശങ്കയാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ പ്രകടിപ്പിക്കുന്നത്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ അവിടെ അടിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ടെഹ്റാനിൽ റേഡിയേഷൻ സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഇറാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നത് തടയാൻ ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചിട്ട് 5 ദിവസമായി സംഘർഷം കൂടുതൽ ഗുരുതരമായിട്ടുള്ള രൂപത്തിലേക്ക് നീങ്ങുകയാണ് എന്ന് സൂചിപ്പിക്കുന്നത് തന്നെയാണ് ഈ ടെഹ്റാനിലെ അണുവികിരണം. ഇറാന്റെ 10 ആണവ കേന്ദ്രങ്ങൾ നശിപ്പിക്കാൻ തയ്യാറാണെന്ന് ഇസ്രായേൽ പറഞ്ഞു. ഇസ്രായേൽ ആക്രമണം ആണവ നിലയത്തിലെ 15,000 സെൻട്രിഫ്യൂജുകൾക്ക് കേടുപാടുകൾ വരുത്തി. ഇത് ഇറാന്റെ ആണവ പദ്ധതിക്ക് വലിയ തിരിച്ചടിയായിട്ടുണ്ട്. അതേസമയം ടെഹ്റാനിൽ വികിരണ സാധ്യത വർദ്ധിച്ചു വരികയാണെന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി മേധാവി ഖോസിൻ പറഞ്ഞിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിലെ പ്രതിസന്ധി രൂക്ഷമായതോടെ US പ്രസിഡന്റ് ട്രംപ് G7 ഉച്ചകോടി പാതി വഴിയിൽ ഉപേക്ഷിച്ച് തിരിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. കഴിഞ്ഞ 5 ദിവസമായി ഇറാനും ഇസ്രായേലും പരസ്പരം തീവ്രമായിട്ടുള്ള മിസൈൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറയുന്നത് തൻ്റെ വ്യോമസേന ടെഹ്റാനിലെ ആണവ കേന്ദ്രങ്ങൾ, മിസൈൽ കേന്ദ്രങ്ങൾ, തന്ത്രപ്രധാനമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ വളരെ കൃത്യതയോടെയാണ് ലക്ഷ്യമിട്ട് കൃത്യതയോടുകൂടിയാണ് തകർക്കുന്നത് എന്നാണ്. ഇറാന്റെ 10 ആണവ കേന്ദ്രങ്ങൾ നശിപ്പിക്കാൻ പോകുന്നു. മാത്രമല്ല, വെറും 4 ദിവസത്തിനുള്ളിൽ ഇറാന്റെ പുതുതായി നിയമിതനായിട്ടുള്ള സൈനിക മേധാവി അലി ഷംദാനി ഇസ്രായേലിനെ ലക്ഷ്യമായിട്ടുള്ള ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു എന്നുള്ളതും ഇതിനോട് നമുക്ക് ചേർത്ത് വായിക്കേണ്ട കാര്യമാണ്. ലോകമെമ്പാടുമുള്ള ആണവോർജ്ജ യൂണിറ്റുകൾ നിരീക്ഷിക്കുന്ന സംഘടനയായിട്ടുള്ള ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ തലവനായിട്ടുള്ള റഫേൽ ഗ്രോസി പറയുന്നത് ഇങ്ങനെയാണ്: ഇറാനിലെ ഏറ്റവും വലിയ നതാൻസ് ആണവ കേന്ദ്രത്തിൽ ഇസ്രായേൽ മാരകമായിട്ടുള്ള ആക്രമണം നടത്തിയിട്ടുണ്ട്. ഈ ആക്രമണത്തിൽ നതാൻസിലുള്ള 15,000 സെൻട്രിഫ്യൂജുകൾ നശിപ്പിക്കപ്പെട്ടു. നതാൻസ് ആണവ കേന്ദ്രത്തിലെ ഒരു പ്ലാന്റ് പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടു. ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതിന് സെൻട്രിഫ്യൂജുകൾ അത്യാവശ്യമായിരുന്നതിനാൽ ഇറാന്റെ ആണവായുധ പ്രചാരണത്തിന് ഇപ്പോൾ വലിയ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണം ടെഹ്റാനിൽ വികിരണ സാധ്യത ഇപ്പോൾ വളരെയധികം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അവിടെയുള്ള ജനങ്ങൾ എത്രയും വേഗം അവിടെ നിന്നും ഒഴിഞ്ഞു പോകണമെന്നുള്ള ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു സൂചനയാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. എന്തായാലും ടെൽ അവീവിലേക്ക് അടക്കം ഇറാൻ വലിയ ആക്രമണം നടത്താനായി ശ്രമിച്ചുവെങ്കിലും അത് വലിയ രീതിയിൽ വിജയിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനും സാധിച്ചില്ല. ഇറാന്റെ സൂപ്പർസോണിക് മിസൈലുകളെല്ലാം ടെൽ അവീവിൽ വീണിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോഴും അതിന് യാതൊരു തെളിവുകളുമില്ല. ന്യൂസ് ഡെസ്ക് മലയാളം.